പാലക്കാട് കല്ലടിക്കോടിലെ 4 കുട്ടികളുടെ ദാരുണാന്ത്യം നൽകിയ നടുക്കം മാറുന്നതിനു മുമ്പേ കളർക്കോടിൽ ഡോക്ടറാകാൻ പ്രതീക്ഷിച്ച് MBBS പഠനം ആരംഭിച്ച 6 വിദ്യാർത്ഥികളുടെ മരണത്തിന്റെ വേദന മറക്കുന്നതിനു മുമ്പേ കാറിലേക്ക് ബസ് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ദമ്പതികളടക്കം ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണം കേട്ടാണ് കേരളം ഉറക്കമുണർന്നത്. മുമ്പെങ്കും കാണാത്ത തരത്തിൽ തുടരെയുള്ള വാഹനാപകടവും കൂട്ടമരണവും റോഡിന്റെ സുരക്ഷയെ സംബന്ധിച്ചും അപകട കാരണങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഈ വർഷം ഒക്ടോബർ വരെ 40,821 അപകടങ്ങളാണ് സംസ്ഥാനത്ത് നടന്നത്. ഇതിൽ 3,168 മരണം സംഭവിച്ചു. കഴിഞ്ഞ 8 വർഷത്തിനിടെ കേരളത്തിലുണ്ടായ അപകടങ്ങളെക്കുറിച്ചും അപകട മരണങ്ങളെക്കുറിച്ചുമുള്ള കണക്കുകളും നമ്മെ ഭീതിപ്പെടുത്തുന്നതാണ്. അപകട കാരണങ്ങളും പഠനവിധേയമാക്കേണ്ടതും മുൻകരുതൽ എടുക്കേണ്ടതുമാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെയുണ്ടായ വാഹനാപകടങ്ങളെക്കുറിച്ചും അതിന്റെ കാരണത്തെക്കുറിച്ചുമുള്ള കണക്കുകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. കഴിഞ്ഞ 8 വർഷത്തിനിടെ കേരളത്തിലെ വാഹനാപകടങ്ങൾ കൂടി വരികയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2016 39,420 അപകടങ്ങളാണ് നടന്നതെങ്കിൽ 2024 ഒക്ടോബർ വരെ 40,821 അപകടങ്ങൾ നടന്നെന്നാണ് കേരള പോലീസിന്റെ റോഡ് അപകടങ്ങളെ കുറിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം അപകടം മൂലമുള്ള മരണസംഖ്യ കുറയുന്നതായും കാണാം. 2016 4,287 ആണെങ്കിൽ ഈ വർഷം ഒക്ടോബർ വരെ 3,168 മരണമാണ് സംഭവിച്ചത്. 8 വർഷത്തെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നതും ഏറ്റവും കൂടുതൽ പേർക്ക് പരിക്കേറ്റതും കഴിഞ്ഞ വർഷമാണ്. 48,091 അപകടങ്ങളാണ് കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാനത്തുണ്ടായത്. എന്നാൽ ഏറ്റവും കൂടുതൽ മരണം നടന്നത് 2019 4,440 പേർക്കാണ് 2019 മാത്രം ജീവൻ നഷ്ടപ്പെട്ടത്. ഏറ്റവും കുറവ് മരണം നടന്നതാകട്ടെ 2020 2,979 പേരാണ് 2020 മാത്രം മരിച്ചത്. ഇക്കഴിഞ്ഞ വർഷം ഏറ്റവും അധികം അപകടങ്ങൾ ഉണ്ടായത് എറണാകുളം ജില്ലയിലാണ്. 7,128 അപകടമാണ് എറണാകുളത്ത് മാത്രം നടന്നത്. ഇതിൽ 459 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. റോഡ് അപകടങ്ങളിൽ കുറവ് അപകടമുണ്ടായത് വയനാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണെന്നാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2023 ജനുവരിയിൽ 4,474 വാഹനാപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ 408 പേർക്ക് ജീവൻ നഷ്ടമായി. പല കാരണങ്ങളാലാണ് വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നത്. കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറ്റിയാണ് ഇന്നത്തെ അപകടം ഉണ്ടായതെങ്കിൽ മദ്യപിച്ച് ലക്കവിട്ട് 200 കിലോമീറ്ററോളം ദൂരം വാഹനം ഓടിച്ച ലോറി ഡ്രൈവറും ക്ലീനറുമാണ് തൃശൂർ നാട്ടുകയിൽ ഉറങ്ങിക്കിടന്ന നാടോടി സംഘത്തിന് മേലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയത്. 5 പേരുടെ മരണത്തിനാണ് ഇത് കാരണമായത്. ആൻവീരയുടെ മരണത്തിന് സമാന രീതിയിൽ മൃഗങ്ങൾ വാഹനത്തിന് കുറുകെ ചാടി മരണം വരിച്ചവരും നിരവധിയാണ്. ഇക്കാലയളവിൽ 25 പേരാണ് മൃഗങ്ങൾ കുറുകെ ചാടി മരിച്ചത്. എന്നാൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് ഡ്രൈവറുടെ അശ്രദ്ധ കാരണമുണ്ടായ അപകടത്തിലാണ്. 2,292 പേർക്കാണ് ഈ ഒരൊറ്റ കാരണത്താൽ ജീവൻ നഷ്ടമായത്. മറ്റ് വാഹനം ഓടിച്ചവരുടെ അശ്രദ്ധ കാരണം ജീവൻ നഷ്ടമായതാകട്ടെ 512 പേർക്കും. റോഡിന്റെ അശാസ്ത്രീയത കാരണം മാത്രം 13 പേരാണ് മരണപ്പെട്ടത്. ഇത്തരത്തിൽ നിരവധി കാരണങ്ങളാലാണ് ദിനംപ്രതി വാഹനാപകടങ്ങൾ കൂടുന്നതും അത് പലരുടെയും മരണത്തിലേക്ക് നയിക്കുന്നതും. റോഡിന്റെ അശാസ്ത്രീയതയും വാഹനത്തിന്റെ സാങ്കേതികതയും സാധാരണക്കാർക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതല്ല. അധികൃതരും വാഹന കമ്പനികളും മറ്റും ഇക്കാര്യത്തിൽ സൂക്ഷ്മമായി പരിശോധിക്കുകയും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം വാഹനം ഓടിക്കുന്നവരും കാൽനട യാത്രക്കാരും ഉൾപ്പെടെ റോഡ് നിയമങ്ങൾ പാലിച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് തന്നെ ഇത്തരം അപകടങ്ങളിൽ നിന്നും പരിഹാരമുണ്ടാക്കാം.